നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അന്നേരം ഫസ്റ്റ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരത്ത് YT സ്റ്റുഡിയോ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. YT സ്റ്റുഡിയോ തുടങ്ങണം. കാരണം YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് YT സ്റ്റുഡിയോ. YT സ്റ്റുഡിയോ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം YT സ്റ്റുഡിയോ ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം, പക്ഷേ അത്ര നമുക്ക് പ്രോഫിറ്റ് കിട്ടും. YT സ്റ്റുഡിയോയുടെ UI ഇങ്ങനെയാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ വ്യൂസ്, ലൈക്സ്, കമൻറ്റ്സ്, 1K വ്യൂസ്, 45 ലൈക്സ്, 1 കമൻറ്റ്, ഇവിടെ 1.3K വ്യൂസ്, 10 ലൈക്ക്, 2 കമൻറ്റ്സ്, അങ്ങനെ കുറേ ഇവിടെ കമൻറ്റ്സ് കാണാം. എല്ലാ സാധനങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോസിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കസ്റ്റമൈസേഷൻ ചെയ്യണം. എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ ഒരു കസ്റ്റമൈസേഷൻ ചെയ്യണം. നിങ്ങൾ ഇവിടെ പോവുക, നേരെ ഇവിടെ നേരെ നിങ്ങൾക്കൊരു UI കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നയിൽ വേണമെങ്കിൽ അമർത്തി തന്നയിൽ മാറ്റാം. എന്നിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ മാറ്റാം, ടൈറ്റിൽ മാറ്റാം, പബ്ലിക്കിലാണോ ഇടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പബ്ലിക്കിലാണെങ്കിലോ പ്രൈവറ്റിലാണെങ്കിലോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് സെലക്ട് ചെയ്യാൻ പറ്റും, ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും, വേറെ ഏതെങ്കിലും പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വേറെ കണ്ടൻസ്, ടാഗ്സ്, ഷോർട്ട് മിക്സ്, കാറ്റഗറീസ് ആൻഡ് മോർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഫസ്റ്റ് YT സ്റ്റുഡിയോ പോയിട്ട് ഇവിടെ സൈഡിൽ ഏണിങ്സ് എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നുണ്ട്. ഈ ഏണിങ്സിന് അങ്ങോട്ട് താഴോട്ട് പോകുന്ന നേരത്ത് ഇവിടെ കുറേ ബാസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട് 41 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അന്നേരം ഇവിടെ നമുക്ക് 500 വരെ കൊണ്ടുവരണം. പിന്നെ ലാസ്റ്റ് 90 ഡേയ്സിൽ 90 ദിവസം കൊണ്ട് നമുക്ക് 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഞങ്ങളുടെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ 4 വാലിഡ് പബ്ലിക് വാച്ച് അവേഴ്സ് വേണം. അത് 1 വർഷം കൊണ്ട് 4 വാലിഡ് പബ്ലിക് വാച്ച് അവേഴ്സ് വേണം. പിന്നെ 967 വാലിഡ് പബ്ലിക് ഷോർട്സ് വ്യൂസ് വേണം. അതും 90 ദിവസം കൊണ്ട്, എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട്. പിന്നെ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ അപ്ലൈ ആവുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതെനിക്കിപ്പോൾ അവൈലബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിങ്ങനെ ഈ അപ്ലൈ ആവുന്നുള്ള അത് അവൈലബിൾ ആകും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വാച്ച് ആഡ്സ്, ഷോർട്ട് ഫീഡ്സ് അതെല്ലാം നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ വേണം. ഇതൊക്കെ കംപ്ലീറ്റ് ആയാലും അതൊക്കെ പറ്റത്തുള്ളൂ. ഇവിടെ 41 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി അത് 1000 സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് തുറക്കും. ഇവിടെ 4 വാലിഡ് പബ്ലിക് വാച്ച് അവേഴ്സ് വേണം. അത് നമുക്ക് 4000 ആയി കഴിഞ്ഞാൽ ബെനിഫിറ്റ് തുറക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നിങ്ങളെല്ലാം ബേസിക് കാര്യങ്ങളാണ്. പിന്നെ അഥവാ നിങ്ങൾ വീഡിയോസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നേ, അതിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്. മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഇട്ടേക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അഥവാ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഇട്ടേക്കുന്നത്. അഥവാ നിങ്ങളൊരു വീഡിയോ ഇട്ടു അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഈ ഓപ്ഷൻ യൂസ് ചെയ്യണം. ഈ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാണാൻ പറ്റൂലെന്നല്ല, പക്ഷേ ഒരു കാണാൻ സാധ്യതയില്ല. അന്നേരം ഈ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ്സ് ഓഫ് ആവും. അത് നിങ്ങൾക്ക് ഓൺ ആക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ്സ് ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്യാനും പറ്റും, ഓൺ ആക്കാനും പറ്റും. പിന്നെ നിങ്ങളുടെ ഏജ് റെസ്ട്രിക്ഷൻ എപ്പോഴും അഡ്വാൻസ്ഡിലേ ഇരിക്കാൻ പാടുള്ളൂ. കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാനാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് തന്നെ ഇത് സെറ്റ് ചെയ്യും. അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് വരെ ഈ വീഡിയോ എത്താൻ നല്ല പാടായിരിക്കും. ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നല്ല പാടുണ്ടാകും. അഥവാ നിങ്ങളിപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്നിട്ട് എപ്പം വീഡിയോ ഇടുന്നത് നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യണം. നിങ്ങളിങ്ങനെ നോക്കണം ഏറ്റവും കൂടുതൽ വ്യൂസും കുറേ കാര്യങ്ങളൊക്കെ, വ്യൂസും ലൈക്സും ഒക്കെ ഏതിനാണ് ഉള്ളത് അതേലത്തെ വീഡിയോ നിങ്ങളുണ്ടാക്കണം. മറ്റുള്ളവരുടെ കോപ്പി അടിക്കണം എന്നല്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടും, കണ്ടൻറ്റ് കിട്ടും. ഓരോ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ ഓരോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു. ഇപ്പം YT സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്.
ഈ ഒരു വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടുന്ന ഒരു വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ AI വീഡിയോസ് നിങ്ങൾ തന്നെ ഇപ്പോൾ കാണാറുണ്ട്. നല്ല ട്രെൻഡിങ്ങിൽ ഓടുന്ന ഒരു വീഡിയോ ആണ്. 51 മിനിറ്റ്സ് ആയതേ ഉള്ളതിന് 682 വ്യൂസ് ആയി. കാരണം ട്രെൻഡിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ല വ്യൂസ് കിട്ടുന്നതാണ്. ഇത് ഇപ്പോൾ 51 മിനിറ്റ്സ് ആയതേ ഉള്ളൂ, അന്നേരം തന്നെ 682 വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോസിലൊക്കെ കണ്ടോ 4 ദിവസം കൊണ്ട് 1.3K ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അന്നേരം ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം ഈ ബട്ടണിൽ നമ്മൾ നേരത്തെ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഷോർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. പക്ഷേ ഇപ്പോൾ ഷോർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നില്ല. അന്നേരം നിങ്ങൾ വിചാരിക്കുമോ ഇനി അങ്ങനെ ഞാൻ ഷോർട്സ് ഇടും, അത് പ്രശ്നമാണല്ലോ. അന്നേരം ഇനി ഷോർട്സ് ഇടാനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോർട്സ് ചെല്ലണം. അന്നേരം ഏതെങ്കിലും ഒരു ഷോർട്സ് പോകാനടുത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു പാട്ട് അവർ യൂട്യൂബിൽ നിന്ന് തന്നെ ഇടുന്നുണ്ടാവും. ഈ വീഡിയോയിൽ അവർ യൂട്യൂബിൽ നിന്നല്ല ഇട്ടേക്കുന്നത്. ഈ വീഡിയോ അവർ യൂട്യൂബിൽ നിന്നാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ പാട്ടിൻ്റെ ഒരു കാണിച്ചേക്കുന്നത്. അന്നേരം നിങ്ങൾ ആ സാധനത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണിക്കും. അന്നേരം ഈ ഓപ്ഷൻസിൽ നിങ്ങളിവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിച്ച് ഇവിടെ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഷോർട്സ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അന്നേരം അതിനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അന്നേരം ഇങ്ങനെ നിങ്ങൾക്ക് ഷോർട്സ് ഇടാൻ പറ്റും. പിന്നെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ നേരത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ അകത്ത് സൈൻ ഇൻ ചെയ്യേണ്ടത്. അത് നിങ്ങളിങ്ങനെ ഇപ്പോൾ ഇതാണ് എൻ്റെ ചാനൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൾട്ടിസോൺ യൂട്യൂബ് ചാനൽ. ഈ മൾട്ടിസോൺ യൂട്യൂബ് ചാനൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ നെയിം, ഹാൻഡിൽ, URL, ഡിസ്ക്രിപ്ഷന്, പിന്നെ പ്രൈവസി, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരത്തെ എല്ലാം ഇത് സെറ്റ് ചെയ്യാവും. അന്നേരം ഇവിടെ നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരത്ത് ഇവിടെ സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ സൈൻ ഇൻ എന്ന് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് കാണുന്നില്ല, കാരണം അത് ഞാൻ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അന്നേരം നിങ്ങൾ ചാനൽ ഉണ്ടാകാനായിട്ട് ഇവിടെ സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഉറപ്പായിട്ടും സൈൻ ഇൻ ചെയ്യണം. നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പുതിയ ജിമെയിൽ ആണെങ്കിൽ അത്രയും നല്ലത്, കാരണം പുതിയ ജിമെയിലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വരുന്നത്. പഴയ ജിമെയിൽ ആണെങ്കിലും പ്രശ്നമില്ല, രണ്ടിനും ഒരേ സബ്സ്ക്രൈബേഴ്സ് അല്ല. പുതിയതിന് ഇച്ചിരി കൂടുതലായിരിക്കും, പഴയതും പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. കാരണം അതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വ്യൂസ് കിട്ടത്തില്ല. യൂട്യൂബും നിങ്ങളുടെ വീഡിയോ ഓഡിയൻസ് വരെ എത്തിക്കാൻ പാടായിരിക്കും. അന്നേരം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അന്നേരം വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ പാർട്ട് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഒപ്പീനിയൻ. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.